ഹലോ. നമ്മുടെ ജീവിതത്തിലെ ഓരോ സായാഹ്നവും കടന്നു പോകുന്നത് നല്ല നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണല്ലോ. ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാല് ഞങ്ങളിപ്പോ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഒരു ശീലമായി. കാരണം ആഹ് ഞാനേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു 3 മാസക്കാലേ രഞ്ജോടന്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. അതിനുശേഷം നേരെ ഇവിടെ ക്വാർട്ടേഴ്സിലോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു ജീവിതം. അതിലേക്ക് പിന്നെ ദച്ചുമോള് വരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും മാത്രം. ഒരു അണുകുടുംബം. വെക്കേഷന് മാത്രം നാട്ടിൽ പോവും. ആഹ് 3, 4 ദിവസം നിൽക്കും. അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കും. അത്രേ നിൽക്കുള്ളൂ. പിന്നെ അല്ലേ രഞ്ജുവേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ. രഞ്ജുവേട്ടന്റെ ഡ്യൂട്ടി ആള് പോലീസിലാണ്. അപ്പോ അറിയാലോ പോലീസുകാരുടെ പണി. എപ്പഴാ വിളിക്കുക അപ്പൊ പോണം. ചിലപ്പോ കുറേ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ആള് എത്ര ലേറ്റ് ആയിട്ട് വന്നാലും 10 മണി ആയിക്കോട്ടെ, 11 മണി ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, ഞങ്ങള് രാത്രി ചുമ്മാ ഒന്ന് കറങ്ങാൻ, ഒന്ന് ചില്ലാവാൻ വേണ്ടി പുറത്തു പോകും. അതിപ്പോ അങ്ങനെ ശീലമായി. ദച്ചു ഇപ്പൊ സ്കൂളുള്ള ടൈം ആണെങ്കിലും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ മാത്രമല്ല ഉള്ളൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പല പല ചിന്തകള്, ആകെ ബോറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മിണ്ടാനും പറയാനും വേറെ ആരുമില്ല. ഇങ്ങനെ ആ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇപ്പം വെക്കേഷനായി. അങ്ങനെ അത്ര വലിയ ബോറടി ഇല്ല. എന്നാലും വൈകുന്നേരം രാത്രി സമയത്തൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ആകെ ഒരു മൈൻഡൊക്കെ ഒന്ന് കൂളായി. അത് ഒരു പ്രത്യേക സുഖമല്ലേ. അവരായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും അന്നേരമായിരിക്കും കുറച്ച് നല്ലപോലൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നതും. അപ്പൊ ആള് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ വരും എന്നാണ് പറഞ്ഞേ. അപ്പൊ വരുന്നുണ്ട്. ദച്ചു ഇവിടെ ഉണ്ട്. ദച്ചു വാ പോകാം. ദിസ് ഈസ് മൈ സുന്ദരിക്കോത. ഇവളാണെങ്കിൽ വീഡിയോ എടുക്കാൻ വരത്തേയില്ല. പക്ഷെ പണ്ട് ഭയങ്കര വ്ലോഗ് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ എന്താന്നറിയത്തില്ല, വളർന്നു വന്നപ്പം എന്നെ നുള്ളുന്നു സൈഡിൽ കൂടെ കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് അയ്യോ, ഈ വഴി കൂടെ പോകുന്നതേ എനിക്ക് പേടിയാണ്. ഇതൊരു കുത്തനെ ഒരു ഇറക്കമാണ് കേട്ടോ. ഇതൊരു ഷോർട്ട് കട്ടാണ്. പണ്ടൊരു ഷോർട്ട് കട്ട് പോയിട്ട് ആ കഥ പറയട്ടെ രഞ്ജണ്ണ. ഞങ്ങൾ ഉദ്ദേശിച്ച കട അടച്ചു. അവിടുന്നാണ് എന്ത് നാരങ്ങ വെള്ളം കുടിക്കുന്നത്. അത് അടച്ചു. പണ്ട് ഞങ്ങളൊരു ഷോർട്ട് കട്ട് വഴി കയറി കേട്ടോ. ഒരു നല്ലൊരു കയറ്റമായിരുന്നു. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ളൊരു കയറ്റം. ആ കയറ്റത്ത് കറക്റ്റ് ആ മേളിലെത്താറായപ്പം അവിടെ കുറേ നായ്ക്കൾ, തെരുവ് നായ്ക്കളുണ്ടല്ലോ. ദൈവമേ, ഇതെല്ലാം കൂടെ കുരച്ചുകൊണ്ട് വന്ന്. രഞ്ജോണന്റെ ബുള്ളറ്റ് ആണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഓഫ് ആവുകയും ചെയ്തു. എൻ്റെ കയ്യിലൊരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പി വെച്ചിട്ട് ഞാൻ